ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീടിൻ്റെ ടെറസിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ ടെറസിൽ ചെടി നനക്കാൻ വന്നതായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഒരു വീഡിയോ ചെയ്യാന്നുള്ളൊരു തോന്നൽ വന്നത്. പക്ഷെ കുറേ ദിവസമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയ ഒരു ടോപ്പിക്കാണ് കേട്ടോ അത്. ഒരു ദിവസം കോയമ്പത്തൂർ കോർപ്പറേഷനിലേക്ക് ഒരു കോള് വരുവാണ്. സാറ്, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധവും അതേപോലെ പിന്നെ പെരിച്ചാഴിയും എന്താ പറയണ്ടേ പുഴുക്കളും ഒക്കെ ആ ഒരു വീടിൻ്റെ ഡോറിൽ നിന്ന് ഒരു ക്രാക്ക് ഉണ്ട്, ആ ക്രാക്കിലൂടെ പുറത്ത് വരുവാണ്, ഒന്ന് വരാമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ആ കോള്. അപ്പോൾ പെട്ടെന്ന് തന്നെ കോർപ്പറേഷൻ്റെ ആളുകൾ അതിൽ കോയമ്പത്തൂർ സോണൽ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അവരും പിന്നെ 40ഓളം സാനിറ്ററി ക്ലീനേഴ്സും കൂടി ചേർന്നിട്ടാണ് അവിടേക്ക് എത്തുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു വീട്ടിൽ 2 ജീവിതങ്ങളുണ്ട്, 2 പേര് ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് പുറം ലോകം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുവരയ്ക്കും. പക്ഷെ ഇവർ വന്നപ്പോഴാണ് ഈ 2 ആൾക്കാർ ഇതിനുള്ളിലുണ്ട്, 10 വർഷമായിട്ട് അവർക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം അടുത്തുള്ള ആൾക്കാർ അറിയുന്നത്. അതുവരയ്ക്കും ആരും ഇത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഡോറ് തട്ടിയതും സോണൽ ഓഫീസർ ഡോറ് തട്ടിയതും അവർ ഡോറ് തുറന്നു. ഒരു ഏജായ ഒരു ലേഡിയാണ്, 75 വയസ്സായ ഒരു ലേഡിയാണ് കതവ് തുറന്നത്. കതവ് തുറന്നിട്ട് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് സോണൽ ഓഫീസറോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നിന്ന് വേറൊരാൾ സംസാരിക്കുകയാണ്, സാറേ ഉള്ളോട്ട് വന്നോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവർ ഉള്ളിലേക്ക് കയറിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ഞെട്ടി. അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു വീടായി മാറിയിട്ടുണ്ടത്. എന്താന്ന് പറയണ്ടേ, കുപ്പ നിറഞ്ഞിരിക്കുവാണ്, വീട് മുഴുവൻ കുപ്പയാണ്. അവർ കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ കുമിഞ്ഞു കൂടി കിടക്കുവാണ് അവിടെ. നമ്മളിപ്പോൾ ഓരോന്ന് ഓർഡർ ചെയ്ത് വരുത്തില്ലേ, അപ്പൊ ആ ഓർഡർ ചെയ്ത് വരുത്തുന്നതിന്റെ പാക്കറ്റുകൾ അതുകൊണ്ട് തന്നെ വീട് മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാത്റൂമിലൊക്കെ മുടിയൊക്കെ നിറഞ്ഞിട്ട് അവിടെ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് കുടിക്കാൻ പോയിട്ട് നമുക്ക് കൈ വരയ്ക്കും കഴുകാൻ പറ്റാത്ത അളവിൽ അങ്ങനെയും എന്താ പറയേണ്ടത് മലിനമായി കിടക്കുന്ന ഒരു വെള്ളം. ഈ ഒരു ഡ്രസ്സിങ് അലമാരയൊക്കെ തുറന്നു കഴിയുമ്പോൾ അങ്ങനെയും എന്താ പറയണ്ടേ, നമ്മുടെ ചെതലൊക്കെ അരിച്ചു പോവില്ലേ, അങ്ങനെ അരിച്ചു പോയിട്ട് മൊത്തം ദ്രവിച്ചു പോയിട്ടുള്ള ഡ്രസ്സുകളാണ് അവിടെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ നന്നായിട്ട് നോർമലായിട്ട് സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇവർക്കൊരു മാനസിക രോഗം ഉള്ളതുപോലെ നമുക്ക് ഫീൽ ആവുന്ന രീതിയിലേ അല്ല അവരുടെ പെരുമാറ്റം. പക്ഷെ ഇതിനെ പറ്റിയിട്ട് വിദഗ്ധന്മാർ പറയുന്നത് മാനസികമായിട്ട് എന്തോ ഒരു തകരാറുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഭർത്താവ്, ഈ 75 വയസ്സുള്ള ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് 2019 മരിച്ചു. ആ 2019 മരിച്ചതിന് ശേഷം ഇവര് കുറച്ചു പോലും പുറലോകത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അതുവരെയ്ക്കും അയാൾ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ പുറലോകമായിട്ട് ഇവർക്ക് യാതൊരു ടച്ചും ഇല്ലാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. അതാണ് ഇവർക്ക് പറ്റിയ ഒരു ഇതെന്ന് പറയുന്നത്. അവിടുന്ന് നമ്മുടെ കോർപ്പറേഷന്റെ ആളുകൾ വന്ന് എടുത്തിരിക്കുന്നത് 2 ടൺ വേസ്റ്റ് ആണ്. 40 സാനിറ്ററി വർക്കേഴ്സ് വന്നിട്ടാണ് അവിടെ ക്ലീൻ ചെയ്തത്. അപ്പോൾ ഒരു എന്താ പറയേണ്ടത്, നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കും എന്നുള്ള കാര്യം. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ എല്ലാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി എന്തെങ്കിലും അങ്ങനത്തെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തും കേട്ടോ. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, നമ്മൾ എപ്പോഴും അടുത്തുള്ളവരിനെ അറിഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ കോയമ്പത്തൂരൊക്കെ നോക്കുവാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ആരാണ് നിൽക്കുന്നത് എന്ന് പോലും നമുക്കറിയില്ല. അവരുടെ പ്രശ്നങ്ങളോ നമ്മളുടെ പ്രശ്നങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനോ അങ്ങനത്തെ ഒരു സംഭവവും ഇവിടെ ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അപ്പുറത്ത് എന്താണ് ഇപ്പുറത്ത് എന്താണ് എന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു നമുക്കവിടെ കാണാൻ പറ്റും. നാട്ടിൻപുറങ്ങളിലൊക്കെ അങ്ങനെയാണ്. സിറ്റി ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മാറുന്നുണ്ട്. നാട്ടിലാണെങ്കിലും എന്താണ് സ്ഥിതി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു വീട്ടിൽ തന്നെ അവർ ഫുഡൊക്കെ സൊമാറ്റോന്നും സ്വിഗ്ഗിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് വരുന്നുണ്ട്. എന്നാലും ഇവർ ഫിനാൻഷ്യലി
സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു ക്യാഷ് ഉള്ളതുകൊണ്ട് ഇവർ ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങിക്കും. പക്ഷെ ആ ഫുഡ് വാങ്ങാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങും. പക്ഷെ അതുപോലും അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നുവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്